നടികർ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ലാൽ ജൂലിയൻ്റെ പഴയ സിനിമകൾ പോലെ ഉള്ള മദ്യം, മയക്കുമരുന്ന് അങ്ങനെയൊക്കെയുള്ള കുറേ ലോബി, അവരുടെ ഒരു കൊച്ചി ലോബിയാണോ അങ്ങനെ ഏത് സിനിമകളിൽ കണ്ടുവരുന്നത്? സിനിമ അതാണ്. പിന്നെ ടൊവിനോയുടെ കുറേ ബോഡി ഷോ, പിന്നെ ഭാവനയും ടൊവിനോയും കൂടെ ലിപ് ലോക്ക്. ടൊവിനോയെ കണ്ടിട്ട് ഭയങ്കര ഇഷ്ടം തോന്നിയിരുന്നു അതന്നെ ബോഡി ഷോയും പിന്നെ ലിപ് ലോക്കും. പിന്നെ അയാൾ ന്യൂഡായിട്ട് എന്നുള്ള ഒരു സീനുണ്ട്, പൂർണ്ണ നഗ്നനായിട്ടുള്ള ഒരു, അതൊക്കെ കാണാൻ വേണ്ടിയിട്ടാണെങ്കിൽ വരാം. പിന്നെ കോഴിക്കോട് പടം നന്നായിട്ട് ഓടുമായിരിക്കും, അങ്ങനെയൊന്നും ഞാൻ പറയാൻ പാടില്ല, ഓടുമായിരിക്കും എന്തായാലും. ആക്ടിംഗ് ഒന്നുമില്ല പ്രത്യേകിച്ച് ഈ സിനിമയിൽ. നമുക്കൊരു ഇഷ്ടപ്പെടുന്ന കഥാപാത്രം എന്ന് പറഞ്ഞാൽ നമ്മുടെ സുരേഷ് കൃഷ്ണയും സൗബിനെ കണ്ടിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഈ സിനിമ കാണാൻ വേണ്ടി വന്നത്. സൗബിൻ്റെ അഭിനയം നല്ലത്, സുരേഷ് കൃഷ്ണ നല്ലൊരു കഥാപാത്രം. ടൊവിനോയുടെ ആസ് യൂഷ്വൽ നേരത്തെയൊക്കെ മറ്റേ തല്ലുമാല അതിലൊക്കെ ചെയ്തിട്ടുള്ള ഇത്. പിന്നെ ആ സിനിമയുടെ കഥയെന്ന് പറയുമ്പം ചിലപ്പോൾ നമുക്ക് ഈ നമ്മുടെ ഉദയനാട് താരം, പിന്നെ പത്മശ്രീ ഭരത് ഡോക്ടർ, സരോജ് കുമാർ, ഈഗോ ഒരു നടൻ്റെ എന്തോ ആണെന്നൊക്കെയുള്ള സംഭവം, അതൊക്കെയാണ് അതിൻ്റെ സബ്ജക്റ്റ്. പിന്നെ ഈ പറഞ്ഞ പോലെ മസാലയും മുളകും എല്ലാം കൂടെ ചേർത്ത് ഒരു ഫിലിം പിടിച്ച്. ഭാവനയ്ക്ക് ചെറിയ ഒരു 2-3 സീനിലേക്കേ ഉള്ളൂ, എന്തായാലും കുഴപ്പമില്ല അങ്ങനത്തെ ഒരു കഥാപാത്രം. പിന്നെ ടൊവിനെ ലിപ് ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഭാവനെ പിടിച്ചിട്ടതാണോ എന്ന് സംശയമുണ്ട്. അതൊരു സെക്കൻഡുള്ള ഒരു സീനാണ്. അത് നടിയായിട്ട് തന്നെ ഒരു ക്യാരക്ടർ, അല്ലാതെ ഭാവനയ്ക്ക് പ്രത്യേകിച്ച് അതിലൊരു റോളൊന്നുമില്ല. കണ്ടിരിക്കാൻ കാരണം ഇപ്പം ഞാൻ കണ്ടത് ഓടി 1-ലാണ്. സിനിമ ഇന്ന് ഇറങ്ങിയിട്ട് 2ാമത്തെ ദിവസമേ ആയിട്ടുള്ളൂ. പക്ഷേ ആ തിയേറ്ററിനകത്തൊരു 25 പേർക്കകത്തേ ഉള്ളൂ. നല്ലൊരു പടമാണെങ്കിൽ എന്തായാലും ആൾ കയറണ്ടേ. എല്ലാ തിയേറ്ററിലും ഇങ്ങനെയാണെന്നാണ് കേട്ടത്. പിന്നെ വെറുതെ ജസ്റ്റ് കാണാം എന്നുള്ള ഇതിൽ പാളിപ്പോയി എന്തോ മൊത്തത്തിൽ എന്തോ BGM പാട്ട് അങ്ങനെയൊക്കെയുള്ള അവർ പ്രത്യേകിച്ച് ലാൽ ജൂനിയറിൻ്റെ സിനിമകളിലൊക്കെ ഒരുപാട് പേര് ആൾക്കാർ ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്, അതൊക്കെ ഉണ്ട്. പക്ഷേ എന്തോ മൊത്തത്തിലൊരു ചിലപ്പോൾ നമ്മൾ കേട്ട കഥയെ പ്രത്യേകിച്ച് പുതുമയൊന്നും ഇല്ലാത്തൊരു കഥയും അതൊക്കെ ആയിരിക്കാം. പിന്നെ അതെ, ഫസ്റ്റ് ഹാഫ് പിന്നെയും കണ്ടിരിക്കാം, സെക്കൻഡ് ഹാഫ് ഒട്ടും നമുക്ക് അത്രയ്ക്ക് അങ്ങ് സൂചിക്കില്ല. പിന്നെ അവസാനം ആകുമ്പോൾ പിന്നെ ഒട്ടും നമുക്ക് ആ ഒരു സിനിമ തീർത്താൽ മതി. അതെ ഞാൻ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോൾ ഇറങ്ങി വരാം എന്ന് ഞാൻ വിചാരിച്ചാണ്. പിന്നെ ചൂടത്ത് കയറിയല്ല, അതുകൊണ്ട് പിന്നെ ഫുള്ള് കാണാനിരുന്നല്ലോ. ചൂടത്ത് നമുക്ക് AC-യിൽ 2 മണിക്ക് ഇരിക്കാം, അത് വലിയ ഉപകാരമാണ്. നമുക്ക് ഈ ചൂടത്ത് ഇറങ്ങുമ്പോൾ അതിനെക്കാട്ടി നമ്മൾ AC-ക്കകത്ത് ഒരു 2.5 മണിക്കൂർ സുഖമായിട്ടിരിക്കാം. ആ ഒരു ഇതല്ല, അല്ലാതെ പ്രത്യേകിച്ച് ഒന്നും ഇതിനെ പറ്റി പറയാനില്ല. വളരെ പിന്നെ ഫാമിലിയായിട്ടൊക്കെ ചെന്നിരുന്ന് കാണാൻ പറ്റുമെന്ന് സംശയമുണ്ട്, മാരിയൊക്കെ ഇതൊക്കെ ഉള്ളതുകൊണ്ട്. അല്ല, ഇപ്പോഴെല്ലാവരും പറയുന്നത് ഫാമിലിക്കൊക്കെ അത്യാവശ്യം പിള്ളേർക്കൊക്കെ ഇന്നത്തെ ജനറേഷനിൽ ഇപ്പം പിന്നെ അച്ഛനമ്മമാർക്ക് ഇപ്പം അങ്ങനത്തെ ഒരു എല്ലാം ഒളിയും മറയുള്ള അതല്ലല്ലോ, എല്ലാവരും പരസ്പരം ഷെയർ ചെയ്യുന്ന ആൾക്കാരല്ലേ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ധൈര്യമായിട്ട് കാണാം. പക്ഷേ എന്തായാലും ഇന്നലെയും വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു തോന്നുന്നത്, ഇന്നൊട്ടുമില്ല. ആ ഓടി കൊണ്ടുവന്നുകൊണ്ട് അത്രയും സീറ്റ് കപ്പാസിറ്റി ഉള്ളിടത്ത് ഒരു 10-25 പേര് എന്ന് പറയുമ്പോൾ ആ സിനിമയുടെ ഇതറിയാമല്ലോ.